ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് 3 മീറ്റർ ലൈനിങ്ങും അതുപോലെ തന്നെ 3 മീറ്റർ നെറ്റ് ഫാബ്രിക്കും 2 മീറ്റർ വർക്കുള്ള ഫാബ്രിക്കാണ് വേണ്ടത്. അപ്പം ആദ്യം ലൈനിങ് ഫാബ്രിക്കിനെ 4ആയിട്ട് മടക്കാം. നമ്മളാദ്യം ബോഡി പാർട്ടിൻ്റെ ലൈനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്തിനെ 4ആക്കി മടക്കിയെടുക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ. അങ്ങനെ നമ്മൾ 4 ഫോൾഡായിട്ട് മടക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ നെക്കും അതുപോലെ കൈയിൻ്റെ അതൊക്കെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സൈഡ് നമ്മുടെ നേർക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. ഷോൾഡർ വരുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 2 ഇഞ്ചാണ്. 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒരു ബോക്സ് വരച്ചു കൊടുക്കുക. അതായത് 3 ഇഞ്ചിൽ നിന്ന് 6 ഇഞ്ചിലേക്ക് ഒരു ബോക്സ് ടൈപ്പിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീനക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടുന്ന് ഈ അറ്റത്തുനിന്ന് ഈ അറ്റത്തിലോട്ട് ഉണ്ടല്ലേ മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് നെക്ക് ജസ്റ്റ് ഒന്ന് കറവിൽ വരച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് കൈക്കുഴിയാണ് ചെയ്യേണ്ടത്. നേരത്തെ മാർക്ക് ചെയ്ത് ഷോൾഡറിൻ്റെ പോയിന്റിൽ നിന്ന് താഴോട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. നേരെ വരച്ചു കൊടുക്കുക. നമുക്കിനി ചെസ്റ്റാണ് മാർക്ക് ചെയ്യാനുള്ളത്. 37 നമ്മുടെ ചെസ്റ്റ് വരുന്നത്. അപ്പോൾ 37നെ 4 ഭാഗമാക്കുക. ഒരു 9.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ആ ഒരു 4 ഭാഗമാക്കിയെന്ന് പ്ലസ് 2 ഇഞ്ച് തയ്യൽത്തുമ്പ്. അപ്പോൾ നമുക്ക് 9.5 കിട്ടിയെങ്കിലും 10.5 11 നമ്മൾ എടുക്കേണ്ടത്. ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ കൈയിൻ്റെ ഇടയിലെത്തിയില്ലേ ഈ അറ്റത്ത് അവിടെ അങ്ങോട്ട് 11.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടണം. അപ്പോൾ ഈ ഒരു അറ്റത്തുനിന്ന് 1.5 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ സെൻറ്ററിലോട്ട്, അതായത് ഇവിടെയാണ് സെൻറ്റർ വരിക. ഇതിൻ്റെ സെൻറ്റർ വരെ ഇവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? ഷേപ്പാണ് നോക്കുന്നത്. 15 ഇഞ്ചാണ്. നമുക്ക് 15 ഇഞ്ച് ലെങ്ത്ത് മതി. കാരണം ബോഡി പീസ് അല്ല നമ്മൾ ചെയ്യുന്നത്. 15 ഇഞ്ച്. അവിടുത്തെ ഷേപ്പിൻ്റെ റൗണ്ട് വരുന്നത് നമ്മളിവിടെ ചെസ്റ്റിൻ്റെ റൗണ്ട് 11.5 ഇഞ്ചല്ലേ ഇത്. അപ്പോൾ 10.5 ഇഞ്ച് കൊടുക്കാം. 10 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് 10.5 ഇഞ്ചിലോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ കട്ട് ചെയ്യേണ്ടത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ 2 പാർട്ടും ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയുള്ള ജോയിൻ ഒന്ന് അടർത്തി മാറ്റുക. അപ്പം ബാക്ക് പീസ് വേറെയും ഫ്രണ്ട് പീസ് വേറെയും കിട്ടിയിട്ടുണ്ട്. ഈ ബാക്ക് പീസ് മാറ്റിയിട്ട് ഫ്രണ്ട് പീസിൻ്റെ മാത്രം നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം.
നമുക്ക് കട്ട് ചെയ്യാനുള്ള ക്ലോത്ത് ആദ്യം താഴെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ ഈ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുന്ന വരത്തേക്ക് അളവിൽ നെക്ക് നമുക്കിപ്പോൾ തൽക്കാലം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിത് മറിച്ചടിക്കാനുള്ളതാണ്. എന്നിട്ടിത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലെ ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കുക. നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. നേരത്തെ കട്ട് ചെയ്ത ഫ്രണ്ട് പാർട്ടിന്റെ ബാക്കി ക്ലോത്ത് ആണ്. അപ്പം ഞാൻ ഇതിന്നാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം വീതിയുള്ള ക്ലോത്തിലും ചെയ്യാം. ഇതും അതുപോലെ തന്നെ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 ഇതിലെ. അപ്പോൾ നമുക്ക് ലെങ്ത് വേണ്ടത് 22 ഇഞ്ചാണ്. 22 പ്ലസ് 2 ഇഞ്ച് തയ്യൽത്തുമ്പ്. അപ്പം 24 ഇഞ്ചിൽ നമുക്ക് ലെങ്ത് വേണം. പക്ഷെ ഇത് അത്ര ഇഞ്ചില്ല. ഞാനിത് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുക. ഇത് 15 ഇഞ്ചേ ഉള്ളൂ. അതിന് ബാക്കി ആവശ്യമുള്ളത് ഇതിലേക്ക് കൂട്ടുകയാണ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വലിയ അത്യാവശ്യം വലുപ്പമുള്ള ക്ലോത്ത് തന്നെ എടുത്തിട്ട് അതിൽ സ്ലീവ് മാർക്ക് ചെയ്യുക. ആദ്യം നമുക്ക് വേണ്ടത് 9.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ മേലെ ഭാഗം ജോയിൻ ചെയ്യിപ്പിക്കുന്ന, അതായത് ബോഡി പാർട്ടായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആ ഭാഗം 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് 9.5 ഇഞ്ചിൽ നിന്ന് താഴോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം എടുക്കുക. അതായത് 9.5 ഇഞ്ചിലെ അതിൻ്റെ സെൻറ്റർ ഭാഗം ഏകദേശം സെൻറ്റർ ആയാൽ മതി. ഏകദേശം ഒരു 5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് നേരത്തെ മാർക്ക് ചെയ്ത 3 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കർവായിട്ട് വരച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് ഇതിപ്പോൾ 15 ഇഞ്ചേ ഉള്ളൂ. നമുക്ക് ഏകദേശം 24 ഇഞ്ച് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ 15 24 ഇഞ്ചിലെ ഇത്രയും ക്ലോത്ത് നമുക്ക് കൂട്ടി യോജിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത്യാവശ്യം വലിയ ക്ലോത്ത് തന്നെ എടുത്ത് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ ചെരിച്ചിങ്ങനെ വരച്ചു കൊടുക്കുക. എത്രയാണോ എടുത്ത് വേണ്ടത് അതിനകത്ത്. ഞാൻ അത്യാവശ്യം ലൂസിലൊന്നല്ല ചെയ്യുന്നത്. നോർമലി ഒരു ഫുൾ സ്ലീവ്, അതായത് ലൂസിലല്ല ചെയ്യുന്നത്. ഒരു 8 ഇഞ്ച് ഞാനാണ് ചെയ്യുന്നത്. താഴെ വരുമ്പോൾ ഒരു 6 ഇഞ്ചൊക്കെ ആയി മാറും. ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഞാൻ അവസാനം കാണിച്ചത്. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ കുറച്ച് ജോയിൻ ആയി ഭാഗം ഉണ്ടാവും. അത് രണ്ടും ഇറക്കി വയ്ക്കുക. ഇനി എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് 10 ഇഞ്ച് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതും തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് സ്ലീവ്. ഇനി ഈ ഒരു സ്ലീവ് കട്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്ത്, അതായത് ഈ വർക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. അതായത് ഞാൻ 10 ഇഞ്ച് ആഡ് ചെയ്തതിന് ശേഷമാണ്
ലൈനിങ്ങിലോട്ട് 10 ഇഞ്ച് ആഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഒരു സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള റെസ്പോൺസ് അനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ഇനി പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് മോഡൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്.